പിന്നോക്ക ജനതയെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ അവരുടെ ആത്മാഭിമാനം കെടുത്തുന്നതാകരുതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. തിരുവനന്തപുരത്ത് 2023 ഡോക്ടർ ബി.ആർ. അംബേദ്കർ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർക്കാണ് സർക്കാർ ജോലി ഉറപ്പാക്കിയിട്ടുള്ളത്. പിന്നോക്ക വിഭാഗങ്ങളെക്കുറിച്ച് നെഗറ്റീവ് വാർത്തകൾ നൽകുന്നതിന് പകരം അവർക്ക് ആത്മാഭിമാനമുണ്ടാക്കുന്ന വാർത്തകൾ നൽകാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ദുരിതം മാത്രം എഴുതുമ്പോഴാണല്ലോ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. അതായത് ട്രൈബ് ചക്ക തിന്നാ ജീവിക്കുന്നതെന്നാണ് എഴുതുന്നത്. അവരെ ദുരവസ്ഥയെക്കുറിച്ച് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയാണ് എഴുതിയത്. എന്താണ് യാഥാർത്ഥ്യം? ചക്ക തിന്നാത്തവരാരെങ്കിലും ഉണ്ടോ അവിടെ? അപ്പം അങ്ങനെ എഴുതുകയാണ്. അവർ വീട്ടിൽ 80-85 കിലോ അരി വെച്ചുകൊണ്ടാണ് അവർ ചക്ക തിന്നു എന്നുള്ള വാർത്ത വല്ലാതെ കൊണ്ടുവരുന്നത്. ഇവിടെ ജനറൽ ആയിട്ടുള്ള അമ്മമാരുടെ ഗർഭസ്ഥ സമയത്തുള്ള മരണവും അവരുടെ മരണവും ആ കുഞ്ഞുങ്ങളുടെ മരണവും ഒക്കെ എടുത്ത് താരതമ്യം. ഞാൻ ന്യായീകരിക്കാൻ വേണ്ടിയല്ല അതൊന്നും പറയുന്നത്. പക്ഷെ ആ ദുരവസ്ഥ മാത്രം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. ഈ മെച്ചപ്പെട്ടതിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നത്. തുടർന്ന് പുരസ്കാര ജേതാക്കളായ മാധ്യമപ്രവർത്തകർക്ക് മന്ത്രി അവാർഡുകൾ വിതരണം ചെയ്തു. അച്ചടി മാധ്യമ വിഭാഗത്തിൽ മാതൃഭൂമി വയനാട് സ്റ്റാഫ് കറസ്പോണ്ടന്റ് നീനു മോഹനാണ് പുരസ്കാരത്തിന് അർഹയായത്. വയനാട് വിഷൻ ചാനൽ ചീഫ് എഡിറ്റർ PK രഘുനാഥ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഏറ്റുവാങ്ങി. മംഗളത്തിൽ നിന്നും VP നിസാർ, ട്രൂ കോപ്പി തിങ്ക് ചാനലിലെ മുഹമ്മദ് ഷഫീഖ് എന്നിവർ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഏറ്റുവാങ്ങി. മാറ്റൊലി FM-ലെ പൂർണിമ K ശ്രവ്യ മാധ്യമ വിഭാഗം പുരസ്കാരവും സ്വന്തമാക്കി. അഡ്വക്കേറ്റ് ആന്റണി രാജു MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.